തന്തയില്ലാത്തരന്നല്ലേ നിനക്ക് പറയുക. അരമണിക്കൂറായി ഞാൻ ഈ കിടപ്പ് തുടങ്ങിയിട്ട്. വിളിക്കാൻ പോയവനെയും കാണുന്നില്ലല്ലോ. ഇങ്ങോട്ട് വരട്ടെ. വഴക്കിനൊന്നും നിൽക്കണ്ട ചാക്കോച്ച, അവനൊരു മൂരിയാ. അതല്ലല്ലോ, അങ്ങനെ വിട്ടാ പറ്റില്ല. വരണുണ്ട്, മൂപ്പരെ കണ്ടില്ലെന്നാ തോന്നണേ. എന്തിനാ അവൻ ഈ പാട്ടവണ്ടി ഇന്ന് ചവിട്ടി പൊളിക്കും. എന്നാ പൊളിക്കടാ. അല്ലേ എന്തേട്ടാ, നേരെ എത്രയാന്നറിയാം വിളിക്കാൻ വന്നിട്ട്. വല്ലയിടത്തും വായി നോക്കി ഇന്ന് കാണും. ആഹാ, താൻ ചന്ദ്രേട്ടനെ കഴിവറാമനെന്ന് വിളിച്ചില്ലേ? എന്നാ ഞാൻ ഈ ലോഡ് എടുക്കുന്നില്ല. നിന്നെ നോക്കിക്കോ. ചന്ദ്രേട്ടൻ ആരോടും കണക്ക് പറയണ്ട. ചന്ദ്രേട്ടന്റെ സ്വന്തം വണ്ടിയാ. ഇതൊരു ലോഡ് കുറഞ്ഞ വൈകുന്നേരം അവിടെ ചെല്ലുമ്പോ ആ നക്കി നായരുടെ മുഞ്ഞി മോന്തയും കാണണം. അതുകൊണ്ടാ എന്റെ പൊന്നി ചന്ദ്രേട്ടനല്ലേ. സ്റ്റാർട്ടാവൂല, ഒന്ന് അനക്കണം. അത് ഞാൻ ഏറ്റു. അവിടെ ഭാസ്കര, അബ്ദുള്ളേ, ജോണേ, എല്ലാവരും ഒന്ന് വന്നേ. ആ ഒന്ന് ആഞ്ഞു തള്ളിയാ. തള്ളിക്ക് തള്ളിക്ക്. പോട്ടെ പോട്ടെ. തള്ളു ഇവിടെ കൊള്ളാം. പോട്ടെ. അവിടെ വെക്കണം. ചവിട്ടി പിടിച്ചോ, ഞാൻ കട്ട വെക്കാം. മുന്നോട്ട് പോട്ടെ, മുന്നോട്ട് പോട്ടെ, മുന്നോട്ട് പോട്ടെ, മുന്നോട്ട് പോട്ടെ. പോട്ടെ, റൈറ്റ്. രക്ഷപ്പെട്ട് ഞാൻ വിചാരിച്ച് ഇറങ്ങി പോകുന്നു. അങ്ങനെ ഇവനെന്നെ ചതിക്കുവോ? 10-12 കൊല്ലായിട്ട് ഞാൻ പിടിക്കുന്നതായി വളയം. നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഇവനറിയാം. കാറ്റ് പോയി. നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് ഇവന് ശരിക്കറിയല്ലേ എന്തേട്ടാ? കളിയാക്കാതെ ചെന്ന് ടയർ മാറ്റിയിട്ടാ. ഈ ലഡാക്ക് വണ്ടി ഒരു ദിവസം മര്യാദയ്ക്കൊന്ന് ഓടിക്കണ്ടിട്ട് മരിച്ചാ മതി. ഇവക്കിത് എന്തിന്റെ സൂക്കേടാടാ? നാരായണേട്ടന്റെ മോളായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ കാണുമ്പോഴൊക്കെ എന്നോട് ചോദിക്കും ചന്ദ്രേട്ടന്റെ കാര്യം. സംഗതി കൊള്ളാം, കാണാനും സ്വഭാവവും. പിന്നെ നാരായണേട്ടനെ എതിർപ്പൊന്നും കാണില്ല. നമുക്കൊന്ന് ആലോചിച്ചാലോ? ഞാൻ വല്ല തെറിയും പറയും കേട്ടോ. പിന്നെ എന്നും ഇങ്ങനെ അമ്പലക്കാളെ പോലെ നടന്നാൽ മതിയോ? പണിയെടുക്കുന്ന കാശ് മുഴുവൻ പല ചാരായക്കടയിലും മുച്ചീട്ട് കളിക്കാരനും കണ്ട വെടികൾക്കും. വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ രമണി എന്നോട് ചോദിക്കും, ചന്ദ്രേട്ടനും വേണ്ടേ നമ്മളെപ്പോലൊരു വീടും ജീവിതവും എന്നൊക്കെ. ഇനി ചന്ദ്രേട്ടൻ വീട്ടിൽ വരുമ്പോ പറഞ്ഞ് സമ്മതിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുക അവള്. തുടങ്ങി രമണിയും വീടും കൂടും. നിനക്കൊന്നും മിണ്ടായിരിക്കണം. ഇനിയിപ്പോ എന്താ വേണ്ടേ? ചന്ദ്രേട്ടൻ ഒരു കുടുംബമായിട്ട് കഴിഞ്ഞു നോക്ക്, അപ്പോഴേ എന്റെ സുഖം അറിയും. എന്റെ തടി ഇവിടെ ആണെങ്കിലും പ്രാണൻ അവളുടെ അടുത്താ. വയസ്സാകുമ്പോഴേ ഈ തടിയും ചുണയൊക്കെ അങ്ങ് മാറും. ആരാ ഇത്തിരി വെള്ളം ചൂടാക്കി തരാനുണ്ടാവുക? അതിന് വയസ്സായെങ്കിലല്ലേ. പിന്നെ ചന്ദ്രു ആർക്കും ഒരു ഭാരവുമില്ല. ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഗതി വന്നാൽ അന്ന് അവസാനിപ്പിക്കും. പിന്നെ വലിച്ചു വാരി കുഴിയിലിട്ട് മൂടണം. അതിനുള്ള മണ്ണ് എനിക്കുണ്ട്. പിന്നെന്താ?
അയ്യോ മുതലാളിയോ? മോനെ മൂഞ്ഞിമേടാ വെള്ളം പറ്റണേ. മുതലാളി കണ്ടില്ല. മൂത്ത് 2 കണ്ണ് ഫിറ്റ് ചെയ്തേക്കണേ. പിന്നെ എന്തിനാണ് പടക്കെ? എവിടാ നമുക്ക്? ആര്? അന്റെ മുതലാളി ചന്ദ്രു മുറിയിലുണ്ടാവും. വേഗം വണ്ടി കൊണ്ട് അങ്ങോട്ട് വാ. ഇന്ന് വണ്ടി കൊണ്ട് നമ്മള് പോകും. അയ്യോ മുതലാളി ചതിക്കരുത്, ഞങ്ങളുടെ കഞ്ഞിയാണ്. ഇന്ന് ആ കഞ്ഞിക്കല ഞാൻ എടുക്കും. അനക്കറിയോ 10-15,000 ഉറുപ്പ്യ ബാക്കി നിൽക്കണത്. മാസാമാസം തന്നു തീർത്തോളാ കരാറ്. കൊല്ലൊന്നായി ഒറ്റ കായ് എന്നിട്ടില്ല ഹിമാർ. ചന്ദ്രേട്ടനെ മുതലാളിക്ക് അറിയാമല്ലോ. 5-8 കൊല്ലം മുതലാളിയുടെ കൂടെ പണിയെടുത്ത ആളല്ലേ. ചന്ദ്രേട്ടൻ തരാണ്ടിരിക്കില്ല. എന്ന് എന്റെ മയ്യെ തടക്കിട്ടാ തെണ്ടി തിരിഞ്ഞു നടന്നപ്പോ പിടിച്ചോണ്ടേ വളയം പിടിപ്പിച്ച നമ്മളാ. ഇന്ന് നമ്മളോട് വേണക്കളി. അത് കൽവിലിരിക്കട്ടെ. ആ തറാമ്പറപ്പ് വണ്ടിയും തുടങ്ങിയ നിന്നേ ഒരു കയ്യെന്ന് വെച്ചേ. ഒരു കൈയല്ല 2 കൈയും വെക്കാം. പക്ഷെ 2 രൂപ തരണം. ഒന്ന് അനക്കണേനാ. ജോലി ചെയ്താ കാശ് കിട്ടണം. മുതലാളിയാവുമ്പം കാശ് വാങ്ങാൻ പാടില്ലാത്ത എന്ത് ചെയ്യാം? മുതലാളിക്ക് അറിയൂ, 2-3 മാസം കഴിഞ്ഞാൽ ഞാനൊരു കുഞ്ഞിന്റെ തന്തയാ. ഒരു വീട് വെക്കണം. ഈ കല്ലും മരവൊന്നും ചിരിച്ചു കാണിച്ചാ കിട്ടില്ല. ആഹാ, അപ്പൊ ചങ്ങാതിനെ പോലെ അല്ല നീ. വീടും കൂടി നോക്കണം വിചാരണ്ട്. നാ പുടി 5 ഉറുപ്പ്യ ഉണ്ട്, ഇരിക്കട്ടെ. വളരെ സന്തോഷം. പിടിച്ചോ. തള്ളിക്കോ. ബ്രേക്കിന്ന് കാലിട്. നമ്മള് പോട്ടെ. മുതലാളിയോ? അനക്കെത്ര വാപ്പേണ്ടാ? കഴിഞ്ഞ 1-ാം തീയതി എന്റെ കുടിയിൽ ഉറുപ്പ്യം കൊണ്ട് വരാന്ന് പറഞ്ഞോനായി. ഇന്ന് നീ വന്നോ? വണ്ടിക്ക് പണി ഒഴിഞ്ഞ നേരല്ല. ആഴ്ചയിൽ 2-3 ദിവസം വർക്ക്ഷോപ്പ്. അതല്ല ചോദിച്ചത്, ഉറുപ്പ്യം കൊണ്ട് ഈ വന്നോന്ന്. ഇല്ല, എന്റെ ഉണ്ടായില്ല. ആഹാ, എന്നാ വണ്ടി കൊണ്ട് നമ്മള് പോവാണ്. കൊണ്ടുപോയിക്കോ. അല്ല, അപ്പൊ നീ എങ്ങനെയാടാ കയ്യ? അത് മുതലാളി അറിയണ്ട. വണ്ടിപ്പണി മാത്രമേ എടുക്കുന്നില്ല. കൈത്തണ്ടയ്ക്ക് ബലമുള്ളിടത്തോളം കാലം ചന്ദ്രു ജീവിക്കും. നീ ചൂടാവാതടോ. പിന്നെ മുതലാളി ചൂടാവുന്നതോ? ഞാൻ നാട് വിട്ടു പോകുന്നില്ല. പോയാൽ തന്നെ വണ്ടിയുടെ ബുക്കും പേപ്പർ നിങ്ങളെ ഇല്ലേ? പിന്നെന്താ, കാശുണ്ടാകുമ്പോൾ അങ്ങ് തരും. അതല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. എനിക്കറിയാം, കുറെ നാളായല്ലോ കേട്ടു തുടങ്ങിയിട്ട്. ആ 3 സെന്റ് സ്ഥലം കൂടെ തരാനല്ലേ? അല്ല, ഈ ഒന്ന് ആലോചിച്ച് നോക്ക്. 32 സെന്റ് സ്ഥലം ഈ നമുക്ക് തന്നു. ബാക്കി ആ 3 സെന്റ് സ്ഥലം കൊണ്ട് അനക്കൊരു കാര്യമില്ല. അതും കൂടി ഞമ്മക്ക് എഴുതി തന്നാല് ഞമ്മളെ കടം പീടിയില്ലേ? ഒന്നും വില കൂട്ടിക്കോ. പിന്നെ മാസാമാസം കായം ചോദിച്ച് നമ്മൾ ഇങ്ങോട്ട് വരില്ല. ബുക്കും പേപ്പർ എനിക്ക് തിരിച്ചു തരാം. എന്റെ കയ്യിലിരുന്നാല് എന്നെങ്കിലും ഇത്തിരി കായിന് ആവശ്യം വന്നാല് കൊണ്ടേ പണയം വെക്കാലോ. ഇല്ല മുതലാളി, അത് ഞാൻ തരില്ല. നാളെ ഞാൻ എവിടെയെങ്കിലും വീണ് ചത്ത പെരുവഴി കിടന്ന് നാറരുത്. എന്റെ അച്ഛനെ അടക്കിയത് ആ മണ്ണില്ല. അവിടെ തന്നെ വേണം എന്നെ. എന്നാലേ ഞമ്മൾ പറഞ്ഞു അങ്ങ് മറന്നാളാ. തിരുമ്മയായ ഇരട്ടിക്കൊന്നുമില്ല. ഇത് കുറെ ഉണ്ടല്ലോടാ. കഴിവാറുടെ മോൻ ചാവാൻ പോണെന്ന് പറഞ്ഞാൽ 10 പൈസ കൊടുക്കല. വിശന്ന് പൊരിഞ്ഞാൽ ഒരു ചായ കുടിക്കല. കൂട്ടി വെച്ചോ, ചാവുമ്പോ കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞില്ലേ ചന്ദ്രേട്ടനോട്, ഒരു വീട് വെക്കണം. അടച്ചുറപ്പുള്ള ഒരു മുറി, ഒരു അടുക്കള, അത്രയും മതി. വീടൊക്കെ നമുക്ക് പണിയാടാ, സമയാവട്ടെ. സമയം എന്ന് പറഞ്ഞാ രമണിക്ക് 5-ാം മാസമാ. അവൾ ആരാ മോളെന്നറിയോ ചന്ദ്രേട്ടന്? തറ കെട്ടിയ പിന്നെ അവള് ഇനിയിപ്പോ പെരപണില്ലെങ്കിൽ അവള് പണി മുടക്കി കളയോ? വണ്ടിപ്പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രവി 10 രൂപയുടെ കാശ് വേറെ ഉണ്ടാക്കും. ചന്ദ്രേട്ടന്റെ വണ്ടിക്ക് കേടില്ലാത്ത ദിവസമില്ല.
വിറ്റ് കളഞ്ഞൂടെയാ മുതല്? വിറ്റിട്ട് എന്ത് ചെയ്യാനാ? അവന്റെ ഈ സ്വഭാവം കൊണ്ട് വേറൊരു വണ്ടിയില് ആരെങ്കിലും പണി കൊടുക്കോ? ചന്ദ്രേട്ടന്റെ സ്വഭാവത്തിന് എന്താ മോശം? ചന്ദ്രേട്ട ഒറ്റത്തടിയാന്നൊന്നും ആരും കരുതണ്ട. ചോദിക്കാനും പറയാനും ഒക്കെ ഞങ്ങൾ ചിലരൊക്കെ ഇവിടെ ഉണ്ടേ. ഓ, പെണ്ണിന്റെ ഒരു നാണം കണ്ടില്ലേ? കേക്കരവിക്ക് കത്തുണ്ടോ? ഉണ്ട്. ആരുടെ ആടാ? എന്റെ കെട്ടികളുടെ? ഈ രവിയുടെ പെണ്ണിന് വേറെ പണിയൊന്നും ഇല്ലേ? ആഴ്ചയില് 2 കത്താ. ചെക്കന്റെ മോന്ത കണ്ടില്ലേ? വെളുത്തമാ പോലെയാ. അവക്ക് എത്ര മാസമായി? 5. കല്യാണം കഴിഞ്ഞ് കൊല്ലമൊന്നായില്ല, അതിനുമ്പ് കൊച്ചായി. അങ്ങനെ ആമ്പിള്ളാര് ചെലവ് കേട്ടോ. പിന്നെന്താ, സരള ചേച്ചിക്കും കാത്തൂനും മറിയാമ്മ ചേട്ടത്തിക്കും എല്ലാവർക്കും വയറ് നിറച്ച പായസം. എന്റെ മോളുടെ 28-ന് സദ്യയും. മോളോ? അപ്പൊ പിറണേന് മുമ്പ് നീ അങ്ങ് തീരുമാനിച്ചോ മോളാണെന്ന്? ആദ്യത്തെ മോളാ, എനിക്ക് ഉറപ്പാ. ഞാൻ തുളസിയിലിട്ട് നോക്കി, 3 പ്രാവശ്യം മലർന്നു തന്നെയാ വീണത്. തുളസിയിലെ നുണ പറയില്ല. എന്റെ എത്രയും പ്രിയപ്പെട്ട പൊന്ന് രവിയേട്ടന് സ്വന്തം ഭാര്യ രമണി എഴുതുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച അയച്ച കത്ത് കിട്ടിക്കാണുമല്ലോ. കിട്ടി പന്നെ, കിട്ടി. അന്ന് തന്നെ മറുപടി എഴുതിയിട്ടുണ്ടല്ലോ. അടുത്ത വെള്ളിയാഴ്ച കാവിൽ ഉത്സവമാണ്. സാംബശിവന്റെ കഥാപ്രസംഗവും 3 ആനപ്പുറത്ത് എഴുന്നള്ളിപ്പും ഉണ്ട്. രവിയേട്ടൻ വരണം. കുഞ്ഞൂട്ടൻ കണിയന്റെ പറമ്പിൽ ഒരു പ്ലാവ് കൊടുക്കാനുണ്ടെന്ന് അമ്മ പറഞ്ഞു. നമ്മുടെ പെരയ്ക്കുള്ള തടി മുഴുവനും അതിൽ നിന്ന് കിട്ടുമെന്ന് അമ്മ പറഞ്ഞ്. രവിയേട്ടന്റെ മോള് കുറുമ്പ് കാട്ടി തുടങ്ങിയിട്ടുണ്ട്. അവൾ എന്റെ വയറ്റിനുള്ളിൽ കിടന്ന്